അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മറ്റുള്ളവരുടെ പിന്തുണയും ആണ് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ബലം. ഒറ്റപ്പെട്ടു പോകുന്നു എന്ന തോന്നൽ പലരുടെയും മാനസിക നില തെറ്റിച്ച് കളയും. ഇന്ന് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികമായ ഭയത്തെക്കുറിച്ചും ആശങ്കയെക്കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്തുണക്കുവാനും കൂടെ നിൽക്കുവാനും വിഷമങ്ങൾ പറയുവാനും ഒക്കെ ആൾ വേണം. അതില്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് വളരെ പ്രയാസമായിരിക്കും. എല്ലാ സന്ദർഭത്തിലും ഇത്തരം സാഹചര്യങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ പലർക്കും വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവിതവുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ പ്രതിസന്ധി വരുമ്പോൾ പലരും മാനസികമായി തളർന്നു പോകും. ഉദാഹരണം വിവാഹം. വിവാഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് ഒരാളുടെ മാനസിക നിലയെ ബാധിക്കും. അതേമാതിരി മറ്റൊന്ന് ജോലി സംബന്ധമായ കാര്യങ്ങളാണ്. നമ്മുടെ ഒരു ജോലി കിട്ടുക വളരെ പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. അപ്പോൾ എനിക്കിനി ജോലി കിട്ടൂലേ, എൻ്റെ ഭാവി പ്രയാസമായി പോവുമോ, ഞാൻ എങ്ങനെ ഇനി ജീവിക്കുക എന്നൊക്കെ ഒരു ജോലിക്കൊരു പ്രശ്നം വരുമ്പോൾ അയാൾക്ക് എന്തുണ്ടായിരിക്കും, ഒരു ഡിപ്രഷൻ വരാനുള്ള സാധ്യത വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും രോഗങ്ങൾ വരിക, അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ ഒരു മാരകമായ വേദനയോ പ്രശ്നങ്ങളോ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് തോന്നുന്ന അത്തരം സാഹചര്യങ്ങൾ, അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഹാനികരമാകുന്ന, നമ്മുടെ തൊഴിലിനെ ബാധിക്കുന്ന, നമ്മുടെ ദാമ്പത്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ വളരെയധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കും. അപ്പോൾ ജീവിതത്തിൻ്റെ തുടക്കക്കാരായിട്ടുള്ള നമ്മുടെ യുവാക്കൾക്ക് ഇത്തരം പ്രതിസന്ധികൾ വരുന്ന സന്ദർഭങ്ങളിൽ സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, ബന്ധപ്പെട്ടവരെല്ലാം പിന്തുണയുമായി കൂടെ നിൽക്കണം. പലപ്പോഴും ആളുകൾ അവരെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് നീ ഇപ്പോൾ ഈ ജോലിക്കാണ് പോണത്, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ് ആവണത്, എന്താ നിനക്കൊരു ജോലിയൊന്നും ശരിയാവാത്തത്, ഇതെന്നെ മതിയോ? സത്യത്തിൽ വളരെ ആശങ്കയിൽ നിൽക്കുന്ന ഒരാളോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: നീ ഇപ്പം എന്താണ് വിവാഹം കഴിച്ചിട്ട് അതൊന്നും നിനക്കൊരു ജീവിതം വേണ്ടേ, നീ എന്നാ ഇനിയിപ്പോൾ ഇതൊക്കെ ആരംഭിക്കുക എന്ന് നിരന്തരമായി വിവാഹിതനോടോ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെ ശരിയായൊരവസ്ഥയിൽ എത്തിക്കാത്ത ആളോടോ ഒക്കെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും. അതേമാതിരി രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആ രോഗത്തെക്കുറിച്ചുള്ള മാരകമായ അതിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ഷെയറിങ്ങൾ, അവർക്കിവിടെ അങ്ങനെ സംഭവിച്ചു, ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചു, ഇതേ അസുഖം തന്നെയാണ് മറ്റേ ആൾക്ക് വന്നത്. സത്യം എന്താ വെച്ചാൽ ജീവിതവുമായി അങ്ങേയറ്റം കണക്റ്റഡായ ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ പിന്തുണച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത് ആത്മഹത്യയിലേക്കും മാനസിക തകർച്ചകളിലേക്കും അതേപോലെ തന്നെ ജീവിത നൈരാശ്യത്തിലേക്കുമൊക്കെ അവരെ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ ഉപദേശിച്ചും കുറ്റപ്പെടുത്തൊരു കാര്യമില്ല. അവർക്ക് നല്ലൊരു പരിഹാരം കണ്ടെത്തി അവരെ കൈപിടിച്ച് നമുക്കത് കൊണ്ടുപോകാൻ കഴിയണം. അവരുടെ കൂടെ അഭിരുചികൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത് എന്നാണ്. നന്നായി പഠിച്ച് ഒരു പ്രൊഫഷണലായ നല്ല കഴിവുള്ള ഒരു മകനെ നമ്മൾ വീട്ടിൽ കേവലം ഒരു ചെറിയ ജോലിക്ക് വേണ്ടി നിർബന്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്രയൊക്കെ പഠിച്ചിട്ട് ഞാനിത് ചെയ്യേണ്ടി വരുന്നല്ലോ എന്നൊരു വേദനയും ഒരു തകർച്ചയുമാണ് അവനുണ്ടാവുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്ന് ശരിയായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കണം. പലപ്പോഴും രക്ഷിതാക്കൾക്ക് പറ്റുന്നൊരു കാര്യം, വളരെ മുതിർന്ന ഒരു മകൻ്റെ കാര്യത്തിൽ പോലും അനാവശ്യമായ ഇടപെടലുകളാണ്. ഞാൻ എന്ത് ജോലി ചെയ്യണമെന്നതിൽ എൻ്റെ ഒരു അഭിരുചി പരിഗണിക്കണം, എൻ്റെ വിവാഹം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന് എൻ്റെ അഭിപ്രായങ്ങൾ മാനിക്കണം, മാതാപിതാക്കളുടെ കാഴ്ചപ്പാടനുസരിച്ചൊരു വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റൂ, മാതാപിതാക്കളുടെ കാഴ്ചപ്പാടനുസരിച്ചുള്ളൊരു ജോലിയെ എനിക്ക് പറ്റൂ എന്ന് വാശി പിടിക്കാൻ പറ്റൂ. അപ്പോൾ മുതിർന്ന മക്കളുടെ കാഴ്ചപ്പാടുകളും അവരുടെ ആഗ്രഹങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് അവരുടെ തൊഴിലിനും അവരുടെ വിവാഹത്തിനും അവരുടെ ജീവിതത്തിനും അവരുടെ ആരോഗ്യത്തിനുമെല്ലാം
എന്ത് വേണം, നമ്മളൊരു പരിഗണന കൊടുക്കണം. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാതെ നമ്മൾ അവരുടെ താല്പര്യങ്ങളെ പരിഗണിക്കാതെ നിർബന്ധിക്കുമ്പോൾ അവർ കൂടുതൽ പ്രതിസന്ധിയിലാകും. അപ്പോൾ നല്ല പിന്തുണയും അതേപോലെ തന്നെ കൂടെ നിൽക്കലും ഇത്തരം സന്ദർഭങ്ങൾ ആവശ്യമാണ്. ഒറ്റപ്പെട്ടു പോകുന്ന പല യുവാക്കളും മാനസിക സംഘർഷത്തിലൂടെ മാനസിക നില തെറ്റിയവരാകുന്നുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിലേറ്റവും അധികം ജാഗ്രത കാണിക്കേണ്ടത് മാതാപിതാക്കളാണ്. ശരിയായ പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടവർ അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് നമ്മൾക്ക് തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങൾ വന്നേക്കും എന്ന് നമ്മൾ ഭയപ്പെടണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.